ഒരു നീണ്ട കുറേ വർഷത്തേക്കുള്ള ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമിലേക്കാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത്. സ്കൂൾ വിട്ട് വന്ന് മുഷിഞ്ഞിട്ടും ഈ ഒരു വീഡിയോ എടുക്കാൻ നിർബന്ധിച്ചത് എന്താണെന്നറിയോ? ഈ വർഷം ഇവരുടെ യൂണിഫോം മാറാണ്. ഏകദേശം ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസമായിട്ടും യൂണിഫോം എപ്പോഴായിരുന്നു കിട്ടിയിരുന്നത്. സ്കൂൾ വിട്ട് വന്ന് ലാസ്റ്റത്തെ ദിവസമാണ് ഇന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുപ്പിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഓർത്തായിരുന്നു ഈ വീഡിയോ എന്തിനാ അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്ദർഭങ്ങളും മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് പണ്ടേ നഷ്ടമായി പോയില്ലേ. ഓർമ്മകളൊക്കെ ഒരു വീഡിയോയിലൂടെയോ ഫോട്ടോയിലൂടെയോ നമുക്കത് കാണാൻ പറ്റിയില്ലല്ലോ. എന്നാൽ ഇരിക്കട്ടെ ഒരു ഫോട്ടോയും വീഡിയോ എന്ന് വിചാരിച്ചു. പഴയ യൂണിഫോം കുറേ വർഷങ്ങളായിട്ട് ഇട്ടതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ കുറേ ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, പുതിയ യൂണിഫോം കിട്ടിയ ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ദോശ, ചമ്മന്തി, സാമ്പാർ ഇത് നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ട് പ്രഖ്യാപിച്ചിട്ട് കുറേ നാളായി. ഇന്ന് നമ്മളൊരു ഉള്ളി സാമ്പാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് പുതിയ യൂണിഫോം ഇട്ടുകൊണ്ട് പോണ ദിവസം കേട്ടോ. നേരത്തെ തന്നെ യൂണിഫോമിലേക്ക് നോക്കി ഇരിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പഴയ യൂണിഫോം വിട്ടുപോകാൻ ഒരു മടി പോലെ എനിക്ക് തോന്നി. എന്തായാലും പഴയ യൂണിഫോം ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളി മസാല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചു. സ്കേർട്ടും ടോപ്പും ഒക്കെ ഇട്ട പക്വതുള്ളൊരു കുട്ടിയിൽ നിന്ന് പെട്ടെന്ന് അതിലും ചെറിയൊരു കുട്ടിയിലേക്ക് ആയിപ്പോയ പോലെ എനിക്ക് തോന്നി. കുളി കഴിഞ്ഞിട്ട് നനഞ്ഞ മുടി 2 വശത്ത് പിന്നെ കെട്ടുന്നത് നീയൊക്കെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ അത് യൂണിഫോമിൻ്റെ ഭാഗമായതുകൊണ്ടും സ്കൂളിൽ നിർബന്ധമായി ഫൈൻ അടിക്കേണ്ടതുകൊണ്ടും ഇഷ്ടമല്ലെങ്കിലും അതൊക്കെ അങ്ങ് സഹിക്കുക. ശരിക്കും കുട്ടികളുടെ വളർച്ച കണ്ടും ആസ്വദിക്കുകയൊക്കെ ചെയ്യെങ്കിലും ഇടയ്ക്കൊക്കെ എപ്പോഴോ തോന്നാറുണ്ട് എത്ര പെട്ടെന്നാലേ ഇവരങ്ങ് വലുതായി പോയതെന്ന്.